ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐൽ ഓഫ് വൈറ്റ്സിലേക്ക് പോകുന്ന ഫെറികളെ പറ്റിയാണ്. ഇംഗ്ലണ്ടിലെ പോർട്സ്മൗത്തിനടുത്തുള്ള ഒരു ചെറിയ ഐലൻഡാണ് ഐൽ ഓഫ് വൈറ്റ്സ്. നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ, നിങ്ങൾ ഇംഗ്ലണ്ടിലുള്ളവരാണെങ്കിൽ. ഇത് നമുക്ക് രണ്ട് തരത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സൗത്താംപ്ടൺ വഴി വരുവാണെങ്കിൽ റെഡ് ഫണൽ എന്ന ഫെറി, പോർട്സ്മൗത്ത് വഴിയാണ് വരുന്നതെങ്കിൽ വൈറ്റ്ലിംഗ് എന്ന ഫെറിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വിത്തൗട്ട് വെഹിക്കിൾസ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഓവർ ട്രാവൽ എന്ന ഫെറി ഓപ്പറേറ്ററും അവൈലബിൾ ആണ്. ടിക്കറ്റ്സൊക്കെ പ്രീ ബുക്ക് ചെയ്യുക. എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് ലിങ്കിന് ഏറെക്കുറെ ഒരു 75 പൗണ്ട്സിലൊക്കെയാണ് ഏറെക്കുറെ നമുക്ക് ടിക്കറ്റ്സ് മിക്കവാറും കിട്ടാറുള്ളത്, നമ്മൾ കുറച്ച് നേരത്തേക്ക് ബുക്ക് ചെയ്യുവാണെങ്കിൽ. റെഡ് ഫണലിൽ കുറച്ചും കൂടി 10-15 പൗണ്ട്സൊക്കെ മിക്കവാറും കുറഞ്ഞ് ടിക്കറ്റ്സ് കാണാറുണ്ട്. പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്വാളിറ്റി ഓഫ് സർവീസിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പം നമുക്ക് സൗത്താംപ്ടൺ ഫെറിയേക്കാളും നല്ലത് എപ്പോഴും പോർട്സ്മൗത്തിൽ നിന്ന് വരുന്ന വൈറ്റ് ലിങ്ക് ഫെറി തന്നെയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. റെഡ് ഫണൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നു. പക്ഷേ പോർട്സ്മൗത്തിലെ വൈറ്റ് ലിങ്ക് എന്നുള്ള ഫെറി ആണെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതലുണ്ട്, നല്ല റെസ്റ്റോറൻ്റ് ആണ്, പിന്നെ പ്ലേ സോണ്, കിഡ്സിന് വേണ്ടി പ്ലേ സോൺ, അങ്ങനെ കുറച്ചും കൂടെ സർവീസസ് അവർക്ക് ഉണ്ട്. റെഡ് ഫണൽ കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത് വൈറ്റ് ലിങ്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ ടിക്കറ്റ്സൊക്കെ കുറച്ചും കൂടെ ഒരു ചീപ്പ് റേറ്റിലൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ഡിസ്കൗണ്ട് കൂപ്പൺസൊക്കെ പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെസ്കോ, ക്ലബ് കാർഡ് പോലുള്ള പ്രൊമോഷൻ കൂപ്പൺസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ മാക്സിമം നമ്മൾ ഏർലി ആസ് പോസിബിൾ ബുക്ക് ചെയ്യുക, പ്രീ പ്ലാൻ ചെയ്യുക, ഏർലി ഫെറീസ് ബുക്ക് ചെയ്യുക. ഏർലി മോർണിംഗിലൊക്കെയുള്ള ഫെറീസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫെയർ കുറഞ്ഞതായിട്ട് കിട്ടും. പിന്നെ നമ്മൾക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ അക്കോമഡേഷനോട് അവരോട് പറയാൻ നമ്മുടെ ഫെറീസ് ബുക്ക് ചെയ്തിടാൻ. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോൾ അവരോട് ഫെറിയും കൂടെ ബുക്ക് ചെയ്യാൻ പറയുമ്പം അവിടെ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫെറിയിൽ പോകുമ്പം നമുക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കരുതുക. നമ്മൾ ഫെറിയാണ് പോകുന്നത്, 1 hour ട്രാവലുണ്ട്, തിരിച്ചും 1 hour ട്രാവലുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമുക്കവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, എങ്കിൽ പോലും നമുക്കൊരു എയർലി ആക്സസ് ഇല്ല നമ്മുടെ ടൗണിലോട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിപ്പയർ ആയിട്ട് പോവുക. നല്ലൊരു പ്ലേസാണ്. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വീക്കെൻഡൊക്കെ പ്ലാൻ ചെയ്യുമ്പം നമ്മൾ ഒരു 2 ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു പ്ലേസാണ്, നമുക്ക് നല്ലൊരു സ്റ്റേ അവിടെ കിട്ടും. അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത തവണ ഒരു ചെറിയ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പം ഈ സ്ഥലം തന്നെ പ്രിഫർ ചെയ്യുക. ഫെറിയിൽ എങ്ങനെയാണ് പോകേണ്ടത്, കാറ് കൊണ്ട് ഫെറിയിൽ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഉള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പം ഇത് വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ബുക്ക് ചെയ്യാനും ഈസി ആയിട്ട് തന്നെ ട്രാവൽ ചെയ്യാനും സാധിക്കും. നല്ല ഗൈഡൻസ് അവർ തരുന്നുണ്ട്, അതുകൊണ്ടൊരു കൺഫ്യൂഷൻ നമുക്ക് വരില്ല. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചെയ്താൽ മതി, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.